യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം, നിങ്ങൾ സ്വസ്ഥമായിരുന്ന ഇന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊള്ളുവീൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവചനത്തിൽ ശത്രുരാജ്യം തൻ്റെ രാജ്യത്തെ വളയുമ്പോൾ ശത്രുവിനോട് പോരാടാൻ കഴിവില്ലാതെ ദൈവത്തിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന യഹോശാഫാത്ത് എന്ന യഹൂദ രാജാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുക, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ സ്വസ്ഥമായിരുന്ന ഇന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നിങ്ങൾ ശത്രുവിൻ്റെ നേരെ ചെല്ലുക. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉയരുമ്പോൾ ഭയപ്പെടുകയും ഭ്രമിക്കുകയും ചെയ്യുന്ന സ്വാഭാവികമാണെങ്കിൽ, യഹോവയിൽ ആശ്രയിക്കുന്ന, ദൈവനിരുമുഖം അന്വേഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനോട്, ദൈവഭക്തിയോട് ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് ഓർപ്പിക്കുന്നു. പ്രതിസന്ധിയെ നോക്കേണ്ട, പ്രശ്നങ്ങളെ നോക്കേണ്ട, വിടുതൽ നൽകുന്ന ദൈവത്തിൽ നോക്കി ഭയപ്പെടാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. യഹോശാഫാത്തിനോട് പറഞ്ഞ ദൈവശബ്ദം യഹോശാഫാത്ത് ഏറ്റെടുത്തുകൊണ്ട് ശത്രുവിൻ്റെ നേരെ കടന്നു ചെല്ലുന്നത് വിശുദ്ധ അലങ്കാര വസ്ത്രം ധരിച്ച് സൈന്യമായി പുറപ്പെട്ട് യുദ്ധത്തിനല്ല പോകുന്നത്, യഹോവയെ സ്തുതിച്ചുകൊണ്ട് യഹോവ വരുത്തുന്ന രക്ഷയെ കാണുവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് മുന്നേറുന്ന യഹോശാഫാത്തിനും കൂട്ടർക്കും വേണ്ടി ദൈവമൊരുക്കിയത് ശത്രു സൈന്യം തമ്മിൽ പോരാടി യുദ്ധഭൂമിയിൽ പട്ടുവീഴുന്നത് കാണുവാനും അവരുടെ കൊള്ള പിടിച്ചെടുക്കുവാനും ഇടയായെങ്കിൽ, ദൈവ പൈതലെ, നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധിയോ പ്രതികൂലമോ പ്രശ്നമോ സാഹചര്യമോ അവസ്ഥകളോ ഭാരപ്പെടണ്ട. ആരെ നോക്കി നിങ്ങളുടെ വിഷയം നിങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുവോ ആ ദൈവം നിങ്ങളെ നടത്തുവാൻ, നിങ്ങളെ മാനിക്കുവാൻ, നിങ്ങളെ ജയാളികളാക്കുവാൻ ശക്തനാണെന്ന് തിരിച്ചറിയുക. ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിൻ്റെ മറുപടി വന്നില്ലെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ ആശിച്ച രീതിയിൽ അതിനുവേണ്ടി ചുവടുകൾ ഉണ്ടായില്ലെങ്കിലും ഭയപ്പെടണ്ട. നമ്മെ കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നമുക്ക് വേണ്ടി ദൈവപ്രവൃത്തി ചെയ്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുക. ഭയപ്പെടാതെ, ഭ്രമിക്കാതെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവ തിരുമുഖത്തേക്ക് നോക്കി ധൈര്യത്തോടെ മുന്നേറുക. കർത്താവ് നമ്മളെ ജയാളികളാക്കും. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന രക്ഷ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ ഇടയാകും. ദൈവത്തിന് മഹത്വം അർപ്പിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ.